റബീഉൽ മാസം 12 അവിടുത്തെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഒരാടർത്ത് വിതരണം ചെയ്ത ഒരൊറ്റ സംഭവം നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത റബീഉൽ മാസത്തിൽ നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം. ഒരു വ്യത്യാസം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഹബീബ് അത് പഠിപ്പിച്ചിട്ടില്ല. ആ ഹബീബ് ദീനപ്പെട്ട സ്വഹാബത്ത് അത് പഠിച്ചിട്ടില്ല. ദഫ് അത് പിന്നുണ്ടായതല്ല, നബിന്റെ കാലത്ത് തന്നെ ദഫുണ്ട്. സന്തോഷിച്ചുകൊണ്ട് സഹീഹുൽ ബുഖാരി ഇതാ ഫുള്ള് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇനി കളാൻ നേരത്തെ ആളിക്കത്തി എന്ന് പറയണ്ട, 3 സ്ഥലത്തുണ്ട് ദഫിന്റെ ഒരു സംഭവം വിശദീകരിച്ചത്. വേറെ സ്ഥലത്ത് വേറൊന്നുണ്ട്, വേറെ സ്ഥലത്ത് 5 സ്ഥലത്ത് ബുഖാരി തന്നെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തും. ദഫ് ബുഖാരിയിലുണ്ട്. ബുഖാരി ദഫുണ്ട് എന്ന് കല്യാണത്തിനുണ്ട്. കല്യാണത്തിന് പൊട്ടിയവുണ്ട്. എന്നാ നബിദിനത്തിന് പൊട്ടിയതുണ്ടോ? എടുത്തോളി. അടുത്തല്ല നമുക്ക് മുട്ട. ബുഖാരിയിലുണ്ടോ നബിദിനാഘോഷമായി ബന്ധപ്പെട്ട ദഫ് മുട്ടി? ഒരു കഥകൾ വായിച്ചോളി. അടുത്ത പ്രാവശ്യം ഞങ്ങൾ മുട്ടിക്കോളാം. ഒരു ബേജാറും ഇല്ല. അതൊന്നും ഇല്ല മുസ്ലിയാരെ. പിന്നെ അവിടെ ദഫ്, ഇവിടെ ഒരു പാട്ട്, അപ്പുറത്ത് വേറൊന്ന്, ഒക്കെ പാടെ കൂട്ടി വെച്ചിട്ട് അതന്നെ ഞങ്ങളും ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് തെളിയിക്കാൻ കഴിയണം. ദഫ് ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. പക്ഷെ കല്യാണത്തെ ചെറിയ പെൺകുട്ടികളെ പാട്ടാടിയില്ല, അവിടെ മുട്ടിയില്ല. അതല്ലല്ലോ പ്രശ്നം. അവിടെ പണ്ഡിതന്മാർ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. എന്നാൽ നബിദിനാഘോഷത്തിൽ ദഫ് മുട്ടാൻ ബുഖാരിയിലുണ്ടോ? വേണ്ട, ഖലീൽ ബുഖാരി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇമാം ബുഖാരി പറഞ്ഞോ അത് കാണിച്ചാൽ മതിയില്ല. ചോദിച്ചപ്പോ മണിയായി പറഞ്ഞില്ലേ, നിങ്ങൾക്കൊന്ന് കിളിയായി പറഞ്ഞൂടെന്നോ? എന്താ സുഹൃത്ത് ഇങ്ങനെയൊക്കെ ആയാല്? ഏതായാലും ഇപ്പൊ കിണിയായിട്ട് പറയേണ്ടതായിരുന്നു. മണിയും കിളികളും നല്ല ഇപ്പൊ കിണിയാ. എല്ലാം ക്ലിയർ ആവും ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 30 ദിവസം തറാവീഹ് നിസ്കരിച്ചിട്ടില്ല. അതായത് ഇമാമായി ജമാഅത്തായി നിസ്കരിച്ചിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് നിസ്കരിച്ചിട്ടില്ല. അല്ലാത്തൊരു സംഗതി ഉമർ റളിയല്ലാഹു ചെയ്തത് കൊണ്ട് ഉമർ റളിയല്ലാഹു മുബ്തദി ആയോ? അതാണ് ചോദ്യം. ഇനിയിപ്പോ ഉമർക്ക് എന്താ പ്രശ്നം അറിയോ? ഉമർ ഖത്താബ് തറാവീഹ് 30 ദിവസം ജമാഅത്ത് നടത്തിക്കൊണ്ട് ബിദ്അത്ത് ചെയ്തോ? ഒരിക്കലും അത് ബിദ്അത്ത് ചെയ്തിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ 3 ദിവസം ജമാഅത്തായി മാതൃക കാണിച്ചിട്ടുണ്ട്. 3 ദിവസം മാതൃക കാണിച്ചിട്ടുണ്ട്. അല്ലാഹു റസൂൽ ജീവിതത്തിൽ ഒരിക്കൽ കാണിച്ചാൽ മതി. റസൂലിന്റെ ജീവിതത്തിൽ ഒരിക്കൽ കാണിച്ചാൽ മതി. കാണിക്കണമെന്നില്ല, ചെയ്യാൻ വിചാരിച്ചാലും മതി. ആശൂറ നോമ്പ് നോറ്റ നബി തങ്ങൾ പറഞ്ഞു, അടുത്ത കൊല്ലം ഞാനുണ്ടെങ്കിൽ 9 നോൽക്കും. നോറ്റിട്ട് ഞാൻ നോക്കാൻ വിചാരിച്ചിട്ടുള്ളൂ എന്ന പോലെ റബീഉൽ അവ്വൽ 12 ഫൈസൽ ഹസനി റബീഉൽ അവ്വൽ 12 നബി വല്ല എന്തെങ്കിലും ചെയ്താൽ മതി. ഒരു കാരക്ക കൊടുത്താൽ മതി. ബാക്കി തർക്കമില്ലാന്ന് പറഞ്ഞത്. ഒരു കാരക്ക റബീഉൽ അവ്വൽ മാസം 12 ഒരു കാരക്ക എടുത്തതാ എന്റെ മീലാദാണ്, നിങ്ങൾ ഇത്ര കഴിയുള്ളൂ, ഇതിന് അത്രയൊന്നും കഴിയൂല എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരുന്നതെങ്കിൽ ബാക്കി എല്ലാം തെളിവായി, ഒരു തർക്കവുമില്ല. പക്ഷെ ഒരു കാരക്ക പോലും കാണിക്കാൻ വയ്യല്ലോ. അത് വേണ്ട, കാരക്ക കുരുമതി, അതുപോലുമില്ല, കിത്മീർ പോലുമില്ല എന്നർത്ഥം. നബിദിനാഘോഷം, മൗലിദാഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ സ്വഹാബത്തിന്റെയോ താബിഈകളുടെയോ ഇമാമുകളുടെയോ കാലത്ത് ഇല്ല എന്ന് സങ്കല്പിക്കപ്പെട്ടാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാഘോഷം അത് ബിദ്അത്താണെന്ന് അത് ചീത്ത ബിദ്അത്താണെന്നോ അല്ലെങ്കിൽ തള്ളപ്പെടേണ്ടതാണെന്നോ പറയുവാൻ സാധിക്കുകയില്ല, പറ്റുകയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു, എന്ത്? സ്വഹാബത്തോ താബിഈകളോ ഇമാമിങ്ങളോ ആചരിച്ചിട്ടില്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെയും എന്നാണ്. അവിടെയാണ് നമ്മുടെ പിടുത്തം. അത് സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാണ്. അത് ഗണ്ണിക്കാൻ എന്ന വണ്ണം കൊണ്ടുവന്ന ചില തെളിവുകൾ അത് മൂപ്പരിന്റെ മറുപടിയും പറഞ്ഞു. ഒന്ന് മൂപ്പര് പറഞ്ഞ തസ്ബീത്താണ്. മൂപ്പരന്നെ പറഞ്ഞു റസൂൽ തസ്ബീത്ത് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞല്ലോ, അത്ര ആവശ്യമുള്ളൂ. മറ്റൊന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹു എന്നാണ്. അതിന് മൂപ്പര് പറഞ്ഞു അത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. മതി, ഞങ്ങൾക്ക് അത്രേ ആവശ്യമുള്ളൂ. ഖുർആൻ ഉണ്ടായാൽ മതി എന്ന പോലെ ഒരായത്തുകൾ ഓതി അതിനൊന്നും ആവശ്യമില്ല. ഒറ്റ ആയത്ത് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് ഖുർആനിലുള്ളത് പോലെ ഒരായത്ത് മീലാദാഘോഷത്തിന്, അതിനൊരായത്ത് റഹ്മത്താണ് എന്നൊരു ആയത്ത് വേണമെങ്കിൽ വേറെ ഇനിയും തരാം. നിങ്ങൾ ഓതാത്ത ആയത്ത് ഇഷ്ടംപോലെ വേറെയുണ്ട്. അല്ലാഹു റസൂൽ റഹ്മത്താണ്, ഇഷ്ടംപോലെ തഫ്സീറുണ്ട്, വ്യക്തമായ ആയത്തുണ്ട്, ധാരാളം ഹദീസുണ്ട്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും അല്ലാഹു റസൂൽ റഹ്മത്തനാണ്. താനും ഒരായത്തും ഇല്ല വിചാരിക്കുക വിഷയത്തിൽ, എന്നാലും റസൂൽ റഹ്മത്ത് തന്നെയാണ്. അതിലാർക്കും തർക്കമില്ല. നിങ്ങൾ തെളിവായി പറഞ്ഞു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന സൂറത്ത് യൂനുസിലെ ഒരു ആയത്താണ്. നിങ്ങൾ അത് തെളിവെന്നോണം ഓതിയ ഒന്ന്. ആ തരത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. ഈ ആയത്ത് നബിദിനാഘോഷത്തിന് തെളിവാണെങ്കിൽ അല്ലാഹു റസൂൽ റഹ്മത്താണ് എന്ന് ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, സംശയമില്ല. എന്നാൽ ഈ ആയത്ത് നബിദിനാഘോഷത്തിന് തെളിവാണെങ്കിൽ ലോകത്ത് വിശുദ്ധ ഖുർആന് തഫ്സീർ എഴുതിയ, വ്യാഖ്യാനം എഴുതിയ, ആദ്യ തലമുറകളിൽ ജീവിച്ച ഉത്തമരായ അഹ്ലുസുന്നയുടെ ഇമാമികൾ, മുഫസ്സിറുകൾ, ഇനി വേണ്ട മുഹദ്ദിസുകൾ, ഹദീസ് വ്യാഖ്യാതാക്കൾ, അവരാരെങ്കിലും ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് റബീഉൽ അവ്വൽ മാസം 12 പ്രവാചകരുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന തരത്തിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച ഏതെങ്കിലും ഒരു തഫ്സീർ ആധികാരികരായ അഹ്ലുസുന്നയുടെ മുഫസ്സിറുകളിൽ നിന്ന് നിങ്ങൾക്ക്
ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. മൗലവി ചോദിച്ചത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന ആയത്ത്. ആ ആയത്ത് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾ നേരത്തെ വിഷയാവതരണമെ തെളിവുദ്ധരിച്ചു. ആണയിട്ട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ആ ആയത്ത് തെളിവാണ്. ആ ആയത്ത് തെളിവാണ്. ഒരു ആയത്ത് തെളിവ് ആണെങ്കിൽ ആ തെളിവിന് വേറെ ഒരു ഇമാമ് പറയണം എന്ന വാദം തന്നെ തെറ്റാണ്. അതെന്താ ന്യായം? ആയത്ത് വ്യക്തമായി വന്നാൽ പിന്നെ തഫ്സീർ വേണമെന്നില്ല. അതന്നെയാണ് പ്രശ്നം. അപ്പൊ നിങ്ങളെ വക 313 വക എന്ന് പറഞ്ഞപ്പോൾ ഇത് നിങ്ങളെ വക തഫ്സീറാണ്. അവിടെയാണ് പ്രശ്നം. ആ വക പറ്റൂല. അങ്ങനെ കുറെ വകകൾ ഉണ്ടാക്കി അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ചേർത്തി. അതൊക്കെ പാടെ കൂട്ടിയപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഇനി പറയണ്ടെന്ന് പറഞ്ഞ എല്ലാ പ്രശ്നവും വന്നത്. അത് റഷീദ് സക്കാഫിക്ക് പ്രയാസം ഉണ്ടാവും, കാരണം ജിസാൻ അറിയാലോ. പോട്ടെ, വിഷയം തന്നെ പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ചോദ്യം വന്നല്ല, അത് പൂജ കൊണ്ട് നിങ്ങളെ ഉത്തരം കിട്ടാനുള്ള പൂജ കൊണ്ടാ ചോദിക്കുന്നത്. ഈ ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നിപ്പോ ഉറപ്പിച്ച് പറയാം. ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് തഫ്സീർ പറയാൻ പ്രയാസമുണ്ട്. അല്ലെങ്കിൽ എന്തേ പറഞ്ഞൂടെ? ലോകത്തെ എത്ര തഫ്സീറുണ്ട്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ മുതൽ ഇങ്ങോട്ട് ഖുർആൻ ഒന്നാകെ തഫ്സീർ ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. എങ്കിൽ 100 കണക്ക് തഫ്സീറിന് ഒരൊറ്റ തഫ്സീറിലെങ്കിലും, ആധികാരികമായ ഒരു തഫ്സീറെങ്കിലും ഇത് നബിദിനമാഘോഷത്തിന് തെളിവാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ഒരു സഹാബിയുടെ വീട്ടിൽ നിന്ന് അവര് ഒരുമിച്ച് കൂടി അനുസ്മരണങ്ങളും പ്രസംഗങ്ങളും അവര് ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും അങ്ങനെ ആടിനെ അറുത്തുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, അപ്പോൾ ദിവസം നിശ്ചയിച്ചു എന്നതുകൊണ്ട് വലിയ അബദ്ധമാണ് എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റുകയില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. റബീഉൽ മാസം 12-ന് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ആടർത്ത് വിതരണം ചെയ്തു ഞങ്ങളെ ഹബീബിന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ തെളിയിക്കണം, അല്ലെങ്കിൽ അതില്ല എന്ന് പറയണം. അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് നബിദിനം ആഘോഷിക്കാൻ. പക്ഷേ ഇലാ യൗമിൽ ഖിയാമ കാണിക്കാൻ കഴിയില്ല, ഒരു സംശയം ആ വിഷയത്തിലില്ല. നേരത്തെ ഇബ്നു ഹിശാമിന്റെ കിതാബിൽ നിന്ന് ഇല്ലാത്തത് പറഞ്ഞതുപോലെ ഇപ്പൊ റസൂലുള്ളാഹിന്റെ പേരിലും ഇല്ലാത്തത് പറഞ്ഞിരിക്കുന്നു. നേരത്തെ ആയത്തോതി ദുർവ്യാഖ്യാനിച്ചതുപോലെ ഇപ്പൊ ഇല്ലാത്ത ഹദീസ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്തിനാ ഉസ്താദന്മാരെ ഈ ശൈലിയൊക്കെ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ സമൂഹത്തിനെ വെറുതെ വിട്ടൂടെ? വെറുതെ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഓരോന്ന് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ എന്തിനാണ് ഈ രൂപത്തിലൊക്കെ? അഖീഖ അറുത്തു കൊടുത്തു, അല്ല മൃഗത്തെ അറുത്തു കൊടുത്തു എന്നതിന് തെളിവുണ്ടോ? ഉണ്ടോ, ഞങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ലേ? ബഹുമാനി നിങ്ങളെക്കാൾ ആയിരക്കണക്കിന് കിതാബുകൾ എഴുതിയ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുയൂത്തിയുടെ ചെരുപ്പിന്റെ അടിയിലെ ഒരു താറാകാൻ പോലും നിങ്ങൾക്ക് അർഹതയുണ്ടോ മുസ്ലിയാരെ? എന്നിട്ട് നിങ്ങളാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അൽ ഹാബീലിൽ ഫത്താവ എന്ന ആയിരക്കണക്കിന് കിതാബുകൾ എഴുതിയ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ കിതാബിലാണ് അവിടുന്ന് അഖീഖ അറുത്തു കൊടുത്ത സംഭവം നബിദിനത്തിനോട് ഒരു ജന്മദിനത്തിനോടനുബന്ധിച്ച് നടത്തുന്ന കാര്യമാണത്. അതിലുള്ളത് അക്കാൻ നഫ്സിഹീനുള്ളത്, അതിലുള്ളത് അക്കാൻ നഫ്സിഹീന അഖീഖ തർത്തൂന്ന്. അതാണ് തർക്കം. അതാ തർക്കം. അഖീഖ തർക്കാൻ പറ്റുമല്ലോ. അതപ്പോ തർക്കം എന്താ മുസ്ലിയാരെ? എന്താ അതൊക്കെ? നിങ്ങൾ വായിച്ച കിതാബില ഹുസ്നുൽ മഖ്സദി ഫീ അമലിൽ മൗലിദ് എന്ന ബാബാത്. നിങ്ങൾ ഓർത്തു നോക്കി. നിങ്ങൾ അടുത്ത പേജിൽ ബാബ് കാണും. എന്താ ഹെഡിങ്? ഹുസ്നുൽ മഖ്സദി ഫീ അമലിൽ മൗലിദ്. ആ അധ്യായത്തിലാ പറഞ്ഞത് അക്കാൻ നഫ്സിഹി. ഇത് ഞങ്ങൾ അഖീഖ തർത്തിട്ടുണ്ട്. ഇതാ തെളിവ്. പല കാര്യം പോയി. നേരത്തെ പറഞ്ഞപ്പോ ഞങ്ങൾ ഇതാ കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ നിൽക്കുമോ? അഖീഖ തർക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞെന്താ? അള്ളാഹിന്റെ റസൂൽ ജന്മദിനത്തെ സന്തോഷിച്ചുകൊണ്ട് ആടർത്ത് വിതരണം ചെയ്തു. എവിടെയുള്ളത്? അതിലെവിടെയുള്ളത്? അഖീഖ തർക്കാൻ പറ്റുന്ന അത് തിരക്കില്ല. എന്നാ പിന്നെ നിങ്ങളെ ജന്മദിനം എനിക്കും ആഘോഷിക്കാം, മൂപ്പരും ആഘോഷിക്കാം, എല്ലാവരും ആഘോഷിക്കാം, ഈസാ നബിന്റെ ആഘോഷിക്കാം. അപ്പൊ ക്രിസ്മസിനും പോകാൻ, ക്രിസ്മസിനും പോകാം. കാരണം എന്താ? അതും അതന്നെയല്ലേ, എല്ലാം പറ്റും. എന്താ മുസ്ലിം ഈ കോലത്തെ ദീ മനസ്സിലാക്കിയത്?